നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 72. ക്രിയയൊരു കൂറിത വിദ്യ കേവലം ചിന്മയി മറുകൂറിതു വിദ്യ മായയാലേ നിയതമിതിങ്ങനെ നിൽക്കിലും പിരിഞ്ഞദ്വയ പരഭാവന തുരീയമേകിടുന്നു. 69, 70 എന്നീ ശ്ലോകങ്ങളിൽ ബഹുമുഖമായ നമ്മുടെ ജീവിത താൽപ്പര്യങ്ങളിൽ രതിക്കുള്ള സ്ഥായിയായ സ്വാധീനത്തെ ചൂണ്ടിക്കാണിച്ചതിനു ശേഷം 71 ശ്ലോകത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഭാവരൂപസ്വരൂപം വിവരിച്ചു. അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ ഒരു ജീവനും കഴിയുകയില്ലെന്ന് ഗുരു വ്യക്തമാക്കി. ഈ ശ്ലോകത്തിലാകട്ടെ വിദ്യയിലേക്കും അവിദ്യയിലേക്കും മാറി മാറി ചരിക്കുന്ന മനസ്സിൻ്റെ ചാഞ്ചല്യം മായയാൽ വ്യവസ്ഥിതമായിട്ടുള്ളതാണെന്ന് പറയുന്നു. യാതൊന്ന് ഇല്ലയോ അതാണ് മായ. ഇല്ലാത്തതിന് വല്ലതിനെയും സ്ഥാപിക്കുവാൻ കഴിയുന്നതെങ്ങനെ? മഴ പെയ്യുന്നു, കാറ്റു വീശുന്നു എന്നെല്ലാം പറയുമ്പോൾ പെയ്യുന്നത് തന്നെയാണ് മഴ, വീശുന്നത് തന്നെയാണ് കാറ്റ്. അതുപോലെ ബോധത്തിൻ്റെ ഊയലാട്ടം തന്നെയാണ് മായ. അതിൽ വിദ്യയും അവിദ്യയും ഒരുപോലെ നിഹിതമായിരിക്കുന്നു. മായ എന്നു പറയുന്നത് ജീവിതാനുഭവത്തിൽ സംഭവിക്കുന്ന ഒരാശ്ചര്യമാണ്. പരമ്പൊരുളിൽ യാതൊരു ആശ്ചര്യത്തെ ഒരുവൻ കാണുകയും ആശ്ചര്യമായി അതിനെ കേട്ടറിയുകയും ആശ്ചര്യമായി പറയുകയും ചെയ്യുന്നുവോ, അതേ ആശ്ചര്യത്തെ തന്നെയാണ് ഇവിടെ മായയെ മനസ്സിലാക്കുവാനായി നിരൂപണം ചെയ്യേണ്ടിയിരിക്കുന്നത്. ഏത് അനുഭവമെടുത്താലും അത് ഒരു വിഷയത്തിൽ അന്തർഗതമായി വരുന്ന ഏതെങ്കിലും ഒരു മൂല്യത്തെ അടിവരയിട്ട് അതിന് പ്രാധാന്യം നൽകുന്നതായി കാണാം. ആനന്ദം ആത്മാവിൻ്റെ തന്നെ സ്വരൂപ ലക്ഷണമാണെങ്കിലും അത് വിഷയത്തിലിരിക്കുന്നത് പോലെയാണ് എണ്ണപ്പെടുന്നത്. ഇതൊരു തെറ്റാണ്. എന്നിരുന്നാലും ഈ തെറ്റ് ഓരോ ദിവസവും പല പ്രാവശ്യം ആവർത്തിക്കാറുണ്ട്. ഗൗണമായ സുഖദുഃഖങ്ങളുടെ നിരൂപണത്തിനു വേണ്ടി മനസ്സ് പിന്നെയും പിന്നെയും ആത്മാവിൻ്റെ സാമാന്യ സ്വഭാവമായ സച്ചിദാനന്ദത്തിലേക്ക് തിരിയുകയും ചെയ്യും. ഇതിൽ ആദ്യം പറഞ്ഞത് അവിദ്യയും രണ്ടാമത് പറഞ്ഞത് വിദ്യയുമാകുന്നു. വിദ്യയിലും അവിദ്യയിലും മാറി മാറിയിട്ടുള്ള ഊയലാട്ടത്തിന് ഇടം നൽകുന്നത് കർമ്മമാണ്. കർമ്മം എന്നു പറഞ്ഞാൽ ആഗ്രഹ നിവൃത്തിക്കായിട്ടുള്ള പെരുമാറ്റം എന്നർത്ഥം. ഒരേ തരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൽ മടുപ്പ് തോന്നുന്നു. പുതിയ അനുഭവം കൂടുതൽ സന്തോഷകരമായിരിക്കുമെന്ന് ആശിക്കുന്നു. അതിനായി മനസ്സ് വെമ്പൽ കൊള്ളുന്നു. അതുകൊണ്ടാണ് 69 ശ്ലോകത്തിൽ രമ്യരൂപം പ്രതി അജസ്രം പെരുമാറിടുന്നു എന്ന് പറഞ്ഞത്. കാമങ്ങളുടെ പൂർത്തീകരണം തേടിയിറങ്ങുന്ന മനസ്സ് ആത്മസ്വരൂപം മറന്നു പോകുന്നു. സച്ചിദാനന്ദ സ്വരൂപത്തെ മറച്ചുകൊണ്ട് കേവലം ശാരീരിക സത്തയിലേക്ക് മനസ്സിനെ തിരിക്കുന്ന അജ്ഞതയെ ആവരണം എന്ന് പറയുന്നു. ഒരു വെള്ളിത്തിരയിൽ സിനിമാ ചിത്രങ്ങൾ കാണിക്കുമ്പോൾ തിരശ്ശീലയുടെ സഹജമായ വെള്ള നിറം മറഞ്ഞു പോവുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ
അതിലില്ലാത്ത നാനാരൂപങ്ങൾ ഉള്ളതുപോലെ കാണപ്പെടുകയും ചെയ്യുന്നു. അതിൽ ഭ്രമിച്ച് കാഴ്ചക്കാരൻ ചിരിക്കുകയും കരയുകയുമെല്ലാം ചെയ്യുന്നു. വാസ്തവത്തിൽ അവിടെ ഒന്നുമില്ല. ഇവിടെ തിരശ്ശീലയിൽ ഇല്ലാത്തത് ഉള്ളതുപോലെ കാണപ്പെടുന്നത് വിക്ഷേപത്താലാണ്. വിക്ഷേപത്തിന് വശകനാക്കുന്നത് അവിദ്യയും അതിൽ നിന്നും മനസ്സിനെ സ്വതന്ത്രമാക്കുന്നത് വിദ്യയും ആകുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ സംതൃപ്തനായിരിക്കുന്നു. അവന് ഒന്നും തേടി അലയേണ്ടതായിട്ടില്ല. സ്വാത്മരതനായി ഇരിക്കുന്നവൻ വിദ്യയെയും അവിദ്യയെയും വിട്ട് അദ്വയമായ ഒരു ഭാവം കൈക്കൊള്ളുന്നു. അദ്വൈത ഭാവത്തെ അതിൻ്റെ ഏറ്റവും വിപുലമായ രീതിയിൽ കൈവരിക്കുവാൻ കഴിഞ്ഞാൽ നാമരൂപങ്ങളെയെല്ലാം നിഴൽ എന്ന പോലെ പിന്നിലാക്കിക്കൊണ്ട് ഉദാത്തമായ ഒരു സമസ്ഥിതിയിൽ മനസ്സിനെ നിർത്തുവാൻ കഴിയും. തുരീയം ഒരു പ്രത്യേക അവസ്ഥയല്ലെങ്കിലും ഇങ്ങനെയുള്ള അനുഭവത്തെ തുരീയാനുഭവം എന്ന് പറയാം. മാണ്ഡൂക്യോപനിഷത്തിൽ പ്രണവത്തെ ബ്രഹ്മത്തിൻ്റെ 4 പാദങ്ങളായി പറഞ്ഞിരിക്കുന്നു. അതിൽ 4-മത്തെ പാദമായ തുരീയത്തെപ്പറ്റി പറയുന്നത് അത് അന്തഃപ്രജ്ഞമല്ല, ബഹിഷ്പ്രജ്ഞമല്ല, ഉഭയധ പ്രജ്ഞമല്ല, പ്രജ്ഞാനഘനമല്ല, പ്രജ്ഞമല്ല, അപ്രജ്ഞമല്ല. അദൃശ്യവും അഗ്രാഹ്യവും അവ്യവഹാര്യവും അലക്ഷണവും അചിന്ത്യവും അവ്യപദേശ്യവും ഏകാത്മപ്രത്യയസാരവും പ്രപഞ്ചോപശമവും ശാന്തവും ശിവവും ആയ അദ്വൈതമാണെന്നാണ്. ആത്മാവും തുരീയവും ഒന്നു തന്നെ. ഒന്നും ചിന്തിക്കാതിരിക്കുമ്പോൾ മനസ്സ് മൗനഘനമാണ്. ചിന്ത എന്ന് പറയുന്നതും വികാരം എന്ന് പറയുന്നതും വൃത്തിവിശേഷങ്ങളാണ്. അവ നാനാരൂപങ്ങളായും കാലദേശങ്ങളുടെ ബോധമായും കാര്യകാരണകർത്തൃത്വ ബോധമായും അനുഭവപ്പെടുന്നു. ഇതെല്ലാം ബോധത്തിൻ്റെയും അവബോധത്തിൻ്റെയും അന്തരാളത്തിൽ മനോഗോചരമായ ദൃശ്യങ്ങൾ മാത്രമായി നിഴലിക്കുമ്പോൾ അവയെ പശ്യന്തി എന്ന് പറയുന്നു. അവയെ തന്നെ വാക്കുകളിൽ കൂടി പ്രകാശിപ്പിക്കുമ്പോൾ അത് വൈഖരിയായി. അടിസ്ഥാനപരമായി ബോധവും നാദവും വേറെ വേറെയല്ല. വികാരമില്ലാതെ ഇരിക്കുമ്പോൾ രണ്ടും പരയാണ്. ജാഗ്രത്തിലെ വ്യവഹാരവും സ്വപ്നത്തിലെ കാൽപ്പനികമായ ദർശനങ്ങളും സുഷുപ്തിയിലെ തമോവൃത്തിയും ഇല്ലാതെ മൗനഘനമായ ശാന്തിയിൽ ബുദ്ധി അസ്പന്ദമായി നിൽക്കുമ്പോൾ ദ്വൈതമൊഴിഞ്ഞ പരഭാവനയിൽ എത്തിയിരിക്കും എന്ന് പറയാം. 「お